വെൽക്കം ടു സിമ്പിൾ ടോക്സ് ബൈ നന്ദ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡേറ്റ മൈനിങ്ങിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡിസ്ക്രൈബ് ദ വർക്കിംഗ് ഓഫ് ഡൈനാമിക് ഐറ്റം സെറ്റ് കൗണ്ടിങ് ടെക്നിക്. സ്പെസിഫൈ വെൻ ടു മൂവ് ആൻ ഐറ്റം സെറ്റ് ഫ്രം ഡാഷ്ഡ് സ്ട്രക്ചർ ടു സോളിഡ് സ്ട്രക്ചർ. ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൻ്റെ അൽഗോരിതം നോക്കുന്നതിന് മുന്നേ നമുക്ക് എന്താണ് ഡൈനാമിക് ഐറ്റം സെറ്റ് കൗണ്ടിങ് അൽഗോരിതം എന്ന് നോക്കാം. ഡൈനാമിക് ഐറ്റം സെറ്റ് കൗണ്ടിങ് അൽഗോരിതം അല്ലെങ്കിൽ DIC അൽഗോരിതം എന്ന് പറയുന്നത് അപ്രിയോറി ഐറ്റം സെറ്റ് ജനറേഷന് ഒരു ഓൾട്ടർനേറ്റീവായിട്ട് വരുന്ന അൽഗോരിതമാണ്. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും ഐറ്റം സെറ്റ്സ് ഡൈനാമിക്കലി ആഡ് ചെയ്യുകയും ഡിലീറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ട്രാൻസാക്ഷൻസ് റീഡ് ചെയ്തതിന് ശേഷം. ഇനി ഐറ്റം സെറ്റ്സ് നമ്മൾ 4 ഡിഫറെൻറ്റ് വേസിലാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത്. ഒന്നാമത്തത് സോളിഡ് ബോക്സ്, രണ്ടാമത്തത് സോളിഡ് സർക്കിൾ, മൂന്നാമത്തത് ഡാഷ്ഡ് ബോക്സ്, നാലാമത്തത് ഡാഷ്ഡ് സർക്കിൾ. ഇതിൽ സോളിഡ് ബോക്സ് എന്ന് പറയുന്നത് കൺഫേംഡ് ആയിട്ടുള്ള ഫ്രീക്വൻറ്റ് ഐറ്റം സെറ്റാണ്. സോളിഡ് സർക്കിൾ എന്ന് പറയുന്നത് കൺഫേംഡ് ആയിട്ടുള്ള ഇൻഫ്രീക്വൻറ്റ് ഐറ്റം സെറ്റാണ്. ഡാഷ്ഡ് ബോക്സ് എന്ന് പറയുന്നത് സസ്പെക്റ്റഡ് ആയിട്ടുള്ള ഫ്രീക്വൻറ്റ് ഐറ്റം സെറ്റും ഡാഷ്ഡ് സർക്കിൾ എന്ന് പറയുന്നത് സസ്പെക്റ്റഡ് ആയിട്ടുള്ള ഇൻഫ്രീക്വൻറ്റ് ഐറ്റം സെറ്റുമാണ്. ഇപ്പം നമ്മൾ സോളിഡ് ബോക്സ് എടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഐറ്റം സെറ്റിൻ്റെ സപ്പോർട്ട് കൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന മിനിമം സപ്പോർട്ട് കൗണ്ടിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കും. അതായത് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്ന മിനിമം സപ്പോർട്ട് 4 ആണെന്ന് വിചാരിക്കുക. ഇവിടുത്തെ ഐറ്റം സെറ്റിൻ്റെ സപ്പോർട്ട് കൗണ്ട് എന്ന് പറയുന്നത് 5 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് നമ്മൾ സെറ്റ് ചെയ്ത മിനിമം സപ്പോർട്ട് കൗണ്ടിനേക്കാളും ഗ്രേറ്റർ അല്ലേ? അങ്ങനെയാണത് ഫ്രീക്വൻറ്റ് ഐറ്റം സെറ്റ്, അതായത് സോളിഡ് ബോക്സിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി സോളിഡ് സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇൻഫ്രീക്വൻറ്റ് ഐറ്റം സെറ്റ്. അതായത് ഇവിടെ നമ്മുടെ മിനിമം സപ്പോർട്ട് കൗണ്ട് 4 തന്നെയായിരുന്നു. ഇതിൽ ഈ 4നേക്കാളും ലെസ് ആയിട്ടുള്ള സപ്പോർട്ട് കൗണ്ടാണ് ഈ ഐറ്റം സെറ്റിനുള്ളത്. അതായത് 3ഓ 2ഓ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കിട്ടുന്നതെങ്കിൽ അത് ഇൻഫ്രീക്വൻറ്റ് ഐറ്റം സെറ്റ് ആണെന്ന് നമുക്ക് പറയാം. ഇനി സസ്പെക്റ്റഡ് ഫ്രീക്വൻറ്റ് ഐറ്റം സെറ്റ് എന്ന് പറയുന്നത് ഈ ഐറ്റം സെറ്റിന് ഫ്രീക്വൻറ്റ് ഐറ്റം സെറ്റ് ആവാൻ ഒരു ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഡാഷ്ഡ് ബോക്സിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇനി നമുക്ക് അൽഗോരിതം നോക്കാം. സ്റ്റെപ്പ് 1 പാർട്ടീഷനിങ് ആണ് നടക്കുന്നത്. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റാബേസിനെ നമ്മൾ ലോജിക്കലി ഡിവൈഡ് ചെയ്യുവാണ്. അതായത് ഈക്വൽ സൈസ്ഡ് ഇൻ്റർവെല്ലായിട്ട് നമ്മുടെ ഡേറ്റാബേസിനെ നമ്മൾ ഡിവൈഡ് ചെയ്യും. അതായത് ഒരു 10 ട്രാൻസാക്ഷനാണ് തന്നിരിക്കുന്നതെങ്കിൽ അത് നമുക്ക് ഈക്വൽ സൈസ്ഡ് ആയിട്ടുള്ള ഇൻ്റർവെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് 2, 2, 2 വെച്ചിട്ടുള്ള 5 ഈക്വൽ സൈസ്ഡ് ആയിട്ടുള്ള ഇൻ്റർവെല്ലായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ലേ? അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെന്താണ് സ്റ്റെപ്പ് 2 ഡേറ്റ സ്ട്രക്ചേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതായത് ഡാഷ്ഡ് ആണോ സോളിഡ് ആണോ എന്നുള്ള ഡേറ്റ സ്ട്രക്ചേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. സ്റ്റെപ്പ് 3 ന്യൂ കാൻഡിഡേറ്റ്സ് ഐറ്റം സെറ്റ് സ്റ്റാർട്ട് ഗെറ്റിംഗ് കൗണ്ടഡ് ഇൻ ദ മിഡിൽ ഓഫ് ദ പാസ്, നോട്ട് ഓൺലി അറ്റ് ദ ബിഗിനിങ്. അതായത് പുതിയ കാൻഡിഡേറ്റ് ഐറ്റം സെറ്റ്സ് എപ്പോഴാണ് ജനറേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത്? മിഡിൽ ഓഫ് ദ പാസിൻ്റെ മിഡിൽ എത്തുമ്പോഴേ പുതിയ കാൻഡിഡേറ്റ് ഐറ്റം സെറ്റ് ജനറേറ്റ് ആവത്തുള്ളൂ. ഇതാണ് 3ാമത്തെ സ്റ്റെപ്പിൽ പറയുന്നത്. 4ാമത്തെ സ്റ്റെപ്പിലാണ് നമ്മൾ സപ്പോർട്ട് ത്രെഷോൾഡ് ചെക്ക് ചെയ്യുന്നത്. അതായത് ഒരു കാൻഡിഡേറ്റ് ഐറ്റം സെറ്റ് മിനിമം സപ്പോർട്ട് റീച്ച് ചെയ്താൽ, അതായത് ഫുൾ സ്കാൻ കംപ്ലീറ്റ് ആവുന്നതിന് മുന്നേ ഒരു കാൻഡിഡേറ്റ് ഐറ്റം സെറ്റ് മിനിമം സപ്പോർട്ട് റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഇതിൻ്റെ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിത് സിമ്പിളായിട്ട് മനസ്സിലാവും. നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ എക്സാമ്പിൾ നോക്കാം.